ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5 തിരുവചനം. അപ്പസ്തോലന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടെ നടന്ന ശ്ലീഹന്മാർ പ്രാർത്ഥിക്കുകയാണ് യേശുവിനോട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ഈ രാത്രിയിൽ അത് ഈശോയോട് പറയാം. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. ജീവനോട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആദ്യം പാടിയ പാട്ടൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നുകൂടി പാടാം. പ്രത്യാശയുടെ പാടാം. മറ്റുള്ളവർ നിരാശപ്പെടുന്ന വാക്കുകൾ പറയുമ്പോൾ, ആരും മനസ്സിലാക്കാതെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഞാൻ ഭയപ്പെടേണ്ടതില്ല, ഞാൻ ഭയപ്പെടേണ്ടതില്ല. യാക്കോബിന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഇസഹാക്കിന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ്, ഭയപ്പെടേണ്ട, യാക്കോബിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇങ്ങനെയാണോ പറയുന്നത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ, ഭയപ്പെടേണ്ട, യാക്കോബിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടാം. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസ്ഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. എന്ന് പാടാമോ? ആമേൻ. ഭയപ്പെടേണ്ട അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. പിന്നെയോ ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ആരാലും അസാധ്യമെന്ന് പറഞ്ഞ്, ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയി. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ പിടിച്ചൊന്ന് പാടിക്കേ. ആരാലും മുഖത്തോട് മുഖം നോക്കി പാടിക്കേ. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായ കരങ്ങളടിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. കരമടിച്ച് ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും മാറിപ്പോയിടും. ആരാലും അസാധ്യമെന്നു പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് പ്രിയരെല്ലാവരും പരസ്പരം മാറിപ്പോയിടും. നോക്കി പാടാം. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസ്ഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസ്ഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ചൂടുകൾ മാറ്റിച്ചോട്ടാം വലിയ സന്തോഷത്തോടെ. വാക്ക് പറഞ്ഞ ദൈവം, വാക്ക് മാറാത്ത ദൈവം, ആ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവൻ പറയുന്നു, ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ കരങ്ങൾ ഇരുവശങ്ങളിലേക്ക് അടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ, മാറാതെപ്പോഴും നിൻ കൂടെയുണ്ട്. വാക്കു പറഞ്ഞവൻ വിശ്വസ്തനായവൻ, മാറാതെപ്പോഴും നിൻ ചാരയുണ്ട്. അബ്രഹാം
അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചവൻ കൂടെയുണ്ട്. അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവരെ അനുഗ്രഹിച്ചവൻ ദൈവമൈതലേ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. കരം ഉയർത്തിയടിക്കാം നല്ലവണ്ണം, കരം എല്ലാവരും എല്ലാവരും. ശിവനോട് ആരാധിക്കാം. മാറായിൻ കൈപ്പിനെ മധുരമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലേ. മാറായിൻ കൈപ്പിനെ മധുരമാക്കിയ മാറ്റമില്ലാത്തൊരു ദൈവമല്ലേ. മരുഭൂമിയിൽ മന്ന ദാനമായി നൽകി മക്കളെ പോറ്റിയ ദൈവമല്ലേ. മരുഭൂമിയിൽ നിന്ന് ദാനമായി നൽകി മക്കളെ പോറ്റിയ കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടാം. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെ. പരസ്പരം പറയാം. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ആരാലും അസാധ്യമെന്ന് പറഞ്ഞ് സ്നേഹിതരേവരും മാറിപ്പോയിടും. പ്രത്യാശയില്ലാത്ത വാക്കു പറഞ്ഞ് നീയെല്ലാവരും ഉയർത്തിയടിക്കാം. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെ. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെ. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെ. ഇരുകരങ്ങളെ സ്തുതിക്കാം, സർവശക്തനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. ഞങ്ങളെ ആരാധിക്കുന്നു. വാക്കുകളുടെ ദൈവമേ, എല്ലാവരും അസാധ്യം എന്ന് പറയുമ്പോഴും ഞങ്ങളെ മാറോട് ചേർക്കുന്നു. സർവശക്തനെ ഞങ്ങളെ ആരാധിക്കുന്നു. സർവശക്തനെ ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു പുതുവർഷത്തിൻ്റെ പടിവാതിൽക്കൽ നാം എത്തിയിരിക്കുകയാണ്. പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നാം പരസ്പരം ആശംസകൾ കൈമാറാറുണ്ട്. ഹാപ്പി ന്യൂ ഇയർ, സന്തോഷകരമായ പുതുവർഷം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉള്ളിൽ കനലെരിയുമ്പോഴും ഒരു നെരിപ്പോട് ഉള്ളിൽ കത്തുമ്പോഴും ഹൃദയത്തിൽ
ദുഃഖവും നിരാശയും സങ്കടവും ഉള്ളപ്പോഴും അതൊക്കെ മറച്ചു വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം ആശംസിക്കാറുണ്ട്. എന്നാൽ ദൈവം ഈ ഇരട്ടത്താപ്പ് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ മക്കൾ സന്തോഷത്തിൽ ജീവിക്കണമെന്ന് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിനേക്കാൾ ഉയർന്ന ഒരു തലത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം എന്ന് പറയുന്നത് ലോകം നൽകുന്നതാണ്. അത് താൽക്കാലികമാണ്. അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉള്ളതാണ്. ഉദാഹരണമായി, നല്ല ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. എന്നാൽ കഴിക്കുവാൻ ഒന്നുമില്ലാതെ കടുത്ത പട്ടിണിയുള്ള ഒരു ദിവസം നമുക്ക് ആ സന്തോഷം നഷ്ടപ്പെടുകയാണ്. നല്ല ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഈ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടപ്പ് രോഗിയാകുമ്പോൾ നമുക്ക് സന്തോഷമില്ല, സന്തോഷം നഷ്ടപ്പെടുന്നു. ജോലി കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ ജോലി നഷ്ടപ്പെടുമ്പോൾ ആ സന്തോഷവും നഷ്ടപ്പെടുന്നു. സമ്പത്തുള്ളപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടുകയാണ്. ഭൗതിക സന്തോഷത്തിൻ്റെ പ്രത്യേകത ഇതാണ്, അത് താൽക്കാലികമാണ്. എന്നാൽ ദൈവം തരുന്നത് സന്തോഷമല്ല, അത് ആനന്ദമാണ്. പ്രൈസ് ദി ലോർഡ്. ആനന്ദത്തിൻ്റെ പ്രത്യേകത ദൈവം നൽകുന്ന ഒന്നാകയാൽ അത് നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴും സാഹചര്യങ്ങൾ തികച്ചും പ്രതികൂലമാണെങ്കിലും ആനന്ദിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു മകൾക്ക്, ദൈവത്തിൻ്റെ ഒരു മകന് തീർച്ചയായും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങൾ ഈ വിശുദ്ധമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എനിക്ക് ഈ വർഷം മുഴുവനും മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും ആനന്ദത്തിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പരിശുദ്ധ മറിയം, വിശുദ്ധ യൗസേപ്പ് പിതാവ് അനുഭവിച്ചറിഞ്ഞത് ഈ ആനന്ദമാണ്. അവരുടെ സാഹചര്യങ്ങൾ തികച്ചും പ്രതികൂലമായിരുന്നു. എല്ലാവരും അവരെ ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. അവർക്ക് ഒരു ഭവനം നൽകിയില്ല. സുരക്ഷിതമായി കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഒരു സ്ഥലം ലഭിച്ചില്ല. ഒരു മനുഷ്യൻ്റെയും സഹായം അവർക്കില്ലായിരുന്നു. മൃഗങ്ങളുടെ ഇടയിൽ കഠിനമായ തണുപ്പിൽ ആ രാത്രിയിൽ ചെലവഴിച്ചപ്പോൾ, തണുത്ത് പറയ്ക്കുന്ന സമയമാണ് ഈ ഡിസംബർ മാസം, ഞാനവിടെ പോയിട്ടുണ്ട്, സഹിക്കാൻ പറ്റുകയില്ല. ആ തണുപ്പിലും പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പ് പിതാവും അവരുടെ ഹൃദയത്തിൽ അനുഭവിച്ചതിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആനന്ദം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ആനന്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തായിരുന്നു അവരുടെ ആനന്ദത്തിൻ്റെ രഹസ്യം? എന്തുകൊണ്ടാണ് തികച്ചും പ്രതികൂലമായ ഈ സാഹചര്യത്തിലും ആനന്ദിക്കുവാൻ അവർക്ക് സാധിച്ചത്? അതിന് വ്യക്തമായ മറുപടിയുണ്ട്. അവരുടെ ഇടയിൽ, അവരുടെ മുമ്പിൽ ദൈവമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഹൃദയത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് എത്രയും പ്രതികൂലമായ അവസ്ഥയിലും ആനന്ദിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയുടെ അനുഭവങ്ങളിലും ആനന്ദിക്കുവാനായിട്ട്, സമാധാനത്തിൽ
ജീവിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ സീനായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം കൃപ നൽകി. നീണ്ടുകിടക്കുന്ന മണലാരണ്യം നമുക്ക് നോക്കിയാൽ അപ്പുറം കാണുകയില്ല, അത്രമാത്രം വിശാലമാണ്. അവിടുന്ന് യാത്ര ആരംഭിക്കുകയാണെങ്കിൽ രാവിലെ ഇസ്രായേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടാൽ ഏകദേശം വൈകുന്നേരമാകുമ്പോൾ നമുക്ക് ഈജിപ്തിൽ ഇത് ക്രോസ് ചെയ്യാൻ തന്നെ അത്രയും സമയം വേണം. ബസ്സിൽ 120 കിലോമീറ്റർ, 1 മണിക്കൂറിൽ 120 കിലോമീറ്ററിൽ പോകുന്ന ആ ബസ്, അത്രയും സ്പീഡിൽ പോകുന്ന ബസ് ഇത് കുറുകെ കിടക്കണമെങ്കിൽ. ഈ മരുഭൂമിയിൽ വെള്ളമില്ല, തണൽ നൽകുവാനായിട്ട് തണൽ വൃക്ഷങ്ങളില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് അനേക വർഷങ്ങൾ ഇസ്രയേൽ ജനം ഈ മരുഭൂമിയിൽ ജീവിച്ചത്. അതൊരു അത്ഭുതമായിരുന്നു. ഈ അത്ഭുതത്തിന് മറുപടി കർത്താവ് ഈ രാത്രി എനിക്ക് നൽകി. വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ അതിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവ് യാത്ര ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ജനമായിരുന്നു ഇസ്രയേൽ ജനം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിൻ്റെ പേടകം അവർ യാത്ര ചെയ്യുമ്പോൾ ആ പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു. മോശ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അത് നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ്. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. യാത്ര പുറപ്പെടുമ്പോൾ മോശ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ യാത്ര പുറപ്പെടുമ്പോൾ മരുഭൂമിയാണ്, പലതരത്തിലുള്ള അപകടങ്ങൾ, ശത്രുക്കൾ, ഇതിനൊക്കെ സാധ്യതയുണ്ട്. മോശ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ എന്നല്ല, നേരെ മറിച്ച് മോശ പ്രാർത്ഥിക്കുന്നത് ദൈവമേ അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. കാരണം ഞങ്ങളും അങ്ങും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങ് ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ ജീവിതം അങ്ങയുടേതാണ്. ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാ? ദൈവത്തിൻ്റെ തന്നെയാണ്. ഞങ്ങളുടെ ശത്രുക്കൾ ആരുടെ ശത്രുക്കളാണ്? ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. അത്രയും ദൈവത്തോട് മോശ ഹൃദയത്തിൽ ചേർന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബനാഥനും കുടുംബനാഥയും പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിനോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്, ഈ ദിവസം ആരംഭിക്കുകയാണ്. അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളും ചിതറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. വൈകുന്നേരം വിശ്രമിക്കുമ്പോൾ മോശ വീണ്ടും പ്രാർത്ഥിച്ചു, ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, ഇസ്രായേലിന്റെ 10,000ങ്ങളിലേക്ക് അവിടുന്ന് മടങ്ങി വരണമേ. പ്രൈസ് ദി ലോർഡ്. 10,000കണക്കിന് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. മോശ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവരിൽ ഓരോരുത്തരിലേക്കും അവിടുന്ന് വന്നു നിറഞ്ഞ് അങ്ങയുടെ ആനന്ദം അങ്ങയുടെ മക്കൾക്ക് സമൃദ്ധമായി നൽകണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. രാത്രികാലങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക് അവിടുന്ന് വന്ന് നിറയണമേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. 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 Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ മരുഭൂമിയിലാണെങ്കിലും നമുക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ജീവിതം മുന്തിരിത്തോപ്പ് പോലെ പൂത്തുലയുന്ന അനുഗ്രഹങ്ങളാൽ നിറയുന്ന ഒരു അവസ്ഥയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മുന്തിരിത്തോപ്പിനെ നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരുണ്ട്. എനിക്കിന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ചപ്പോൾ വളരെ രസം തോന്നിയ ഒരു വചനമാണിത്. അത് ഉത്തമഗീതത്തിലെ, പഴയ നിയമത്തിലെ ഉത്തമഗീതത്തിലെ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ്.
മുന്തിരിത്തോപ്പ് നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ പിടികൂടുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയ കുറുക്കന്മാരുണ്ട്. ആ കുറുക്കന്മാരെ നമ്മൾ അവഗണിക്കരുത്. അവഗണിച്ചാൽ നമ്മുടെ ജീവിതമാകുന്ന മുന്തിരിത്തോപ്പ് ആ കുറുക്കന്മാർ നശിപ്പിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം ഈ രാത്രിയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ നമ്മൾ കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. അവരെ പിടികൂടണം, നശിപ്പിക്കണം എന്ന് ദൈവം തന്റെ തിരുവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു ചെറു കുറുക്കനാണ് വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം. എൻ്റെ മനസ്സിൽ എന്നെ വേദനിപ്പിച്ചവനോടുള്ള വെറുപ്പ് കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എൻ്റെ ജീവിതത്തെ തകർക്കുവാനായിട്ട് മനഃപൂർവ്വം ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ അവനോട് വിരോധം തോന്നുക എന്നുള്ളത് തികച്ചും മാനുഷികമായൊരു കാര്യമാണ്. എന്നെ അപമാനിച്ച ഒരു വ്യക്തിയെ വെറുക്കുക എന്നുള്ളത് തീർച്ചയായും മാനുഷികമായ കാര്യമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആനന്ദത്തെ നശിപ്പിക്കുന്ന ഒരു ചെറുകുറുക്കനാണ് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും ചെറിയ വെറുപ്പ് പോലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുപ്പ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. കാരണം ദൈവം സ്നേഹമാണ്. വെറുപ്പ് എൻ്റെ ഹൃദയത്തിലുള്ളപ്പോൾ ദൈവത്തിന് എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാനും എന്നെ ആനന്ദത്തിലേക്ക് നയിക്കുവാനും സാധിക്കുകയില്ല. കാരണം വെറുപ്പുള്ളിടത്ത് ദൈവമല്ല വസിക്കുന്നത്, വെറുപ്പിൻ്റെ നാഥനായ പിശാചാണ്. അതുകൊണ്ട് ഈ രാത്രിയിലും തുടർന്നുള്ള നാളുകളിലും ഈ വർഷം മുഴുവനും നമ്മൾ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ദൈവമേ, അങ്ങേക്ക് വസിക്കുവാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ മനസ്സിൽ വെറുപ്പുണ്ടോ, ആരോടെങ്കിലും ഞാൻ ക്ഷമിക്കുവാനുണ്ടോ എന്ന് ഓരോ ദിവസവും പരിശോധിച്ച് വിശുദ്ധമായ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിങ്ങൾ ജീവിക്കുമെങ്കിൽ നിശ്ചയമായും ആ കർത്താവിൻ്റെ ആനന്ദത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ ചെറുകുറുക്കനാണ് ജീവിത സാഹചര്യങ്ങളോടുള്ള പരാതി. പരാതിയിൽ നിന്നുണ്ടാകുന്ന പിറുപിറുപ്പ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഉദാഹരണമായി ഒരു പെൺകുട്ടി അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി ആയിരിക്കുകയില്ല അവൾക്ക് ലഭിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി, വിവാഹിതയായ ഒരു സഹോദരി എനിക്ക് കത്തെഴുതി. എനിക്ക് എൻ്റെ കുടുംബജീവിതത്തിൽ യാതൊരു ആനന്ദവുമില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു ജീവിത പങ്കാളി അല്ല എനിക്ക് ലഭിച്ചത്. സൗന്ദര്യമില്ലാത്ത, വിദ്യാഭ്യാസം കുറഞ്ഞ, വൃദ്ധനെ പോലെ, അതാണ് ആ പെൺകുട്ടി ഉപയോഗിച്ച വാക്ക്, 80 വയസ്സുകാരൻ്റെ ഒരു പെരുമാറ്റമാണ് അദ്ദേഹത്തിന്. എനിക്കൊരിക്കലും ഈ വ്യക്തിയെ സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല. സാഹചര്യങ്ങളോട് മറുതലിക്കുന്നൊരവസ്ഥ. ഒരുപക്ഷെ നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കാം. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ രോഗിയായിരിക്കാം. നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു മാനസിക വൈകല്യമുള്ള കുട്ടിയെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഇതൊന്നും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ സഹോദരിക്ക് ഇപ്രകാരം മറുപടി എഴുതി. ദൈവം അനുവദിക്കാതെ ആ ചെറുപ്പക്കാരൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ദൈവം നിനക്ക് നൽകിയ ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് നീ പിന്തിരിഞ്ഞു നോക്കരുത്. എനിക്കിതിനേക്കാൾ നല്ല കല്യാണാലോചനകൾ വന്നിരുന്നു, ഈ ചെറുക്കനെയാണല്ലോ കിട്ടിയത് എന്ന് വിചാരിച്ച് നീ ഒരിക്കലും പരാതി പറയരുത്. ദൈവകരങ്ങളിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ സന്തോഷത്തോടെ
പരാതി കൂടാതെ നീ സ്വീകരിക്കുമ്പോഴാണ് ദൈവം നിന്നിൽ പ്രസാദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ ചെറുപ്പക്കാരനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുവാനുള്ള നിഷ്കളങ്കമായ പ്രേമം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കൂടെ ഞാൻ ആ സഹോദരിക്ക് കത്തെഴുതി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വേണം. മനുഷ്യന്റെ ശക്തി കൊണ്ട് സാധിക്കുകയില്ല. മന്ദബുദ്ധിയായ ഒരു കുട്ടിയുള്ള മാതാപിതാക്കൾക്ക് എനിക്കറിയാം നിശ്ചയമായും അത് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ആ കുഞ്ഞിനെ സ്നേഹിക്കണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവഹിതം സ്വീകരിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കുവാൻ ദൈവമേ എനിക്ക് ശക്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. വലതുകരത്ത് ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ച ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം. സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പുസ്തകമാണത്. കർത്താവിൻ്റെ കാലത്തെ അനുഭവങ്ങൾ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയ, അലൻ എയിംസ് എന്ന വ്യക്തിക്ക് വെളിപ്പെടുത്തിയ ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പരിഭാഷയാണ്. 3-ാമത്തെ വോള്യമാണത്. ഇതിൽ ഒരു കാര്യം എന്നെ സ്പർശിച്ചു. കർത്താവ് ജെറുസലേമിലേക്ക് ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, അവർ പരദേശികളാണ്, സ്വന്തമായി വീടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല, ചെല്ലുന്ന ഇടത്ത് അവർ കിടക്കും. ജെറുസലേമിൽ അവർ ചെന്നപ്പോൾ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൻ്റെ നാഥൻ്റെ പേര് നഥാനിയേൽ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി നഥാനിയേൽ. ഹിസ് എക്സ്ട്രീംലി ജോയ്ഫുൾ. വളരെ ആനന്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ഈശോയുടെ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ 50 വർഷമായി ഞാൻ വിവാഹിതനായിട്ട്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞ വാക്യം ഇതാണ്: എനിക്ക് എൻ്റെ വിവാഹ ദിവസത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം ഇന്ന് എൻ്റെ ഭാര്യയോടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. 50 വർഷം മുമ്പ് എൻ്റെ വിവാഹം നടന്നപ്പോൾ എൻ്റെ ഭാര്യയോട് എനിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്കിന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എത്ര ഭർത്താക്കന്മാർക്ക് അത് പറയുവാൻ സാധിക്കും? എത്ര ഭാര്യമാർക്ക് പറയുവാൻ സാധിക്കും? പഴക്കം കൊണ്ട് സ്നേഹം നഷ്ടപ്പെടുകയാണ്, സാഹചര്യം കൊണ്ട് സ്നേഹം നഷ്ടപ്പെടുകയാണ്, പരാതിയും പിറുപിറുപ്പുമായി അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളങ്ങനെ കടന്നു പോവുകയാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്യമാണ്. ആ കാലഘട്ടം നമുക്കറിയാവുന്ന പോലെ റോമാക്കാരെ വളരെ കഠിനമായി ഇസ്രായേൽക്കാരെ പീഡിപ്പിച്ചിരുന്നൊരു കാലഘട്ടമാണ്. റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നവർ. റോമക്കാരവരെ ഞെരുക്കുന്നത് കൊണ്ട് വലിയ കടുത്ത ദാരിദ്ര്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും 99 ഇസ്രായേൽക്കാർക്കും 99% ഇസ്രായേൽക്കാർക്കും റോമാക്കാരെ മനസ്സുകൊണ്ട് വെറുപ്പായിരുന്നു. പക്ഷേ ദിസ് മാൻ വാസ് ഡിഫറെൻറ്റ്. ഹി ഹാഡ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ്. അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. യൂദാസ് പോലും, കർത്താവിൻ്റെ ശിഷ്യൻ യൂദാസ് പോലും ഇതിനെ വെറുത്തുകൊണ്ട് പറഞ്ഞ്, റോമക്കാരെ വെറുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ഇത് ദൈവേഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. റോമാക്കാര് ഈ സമയം നമ്മളെ ഭരിക്കുക എന്നുള്ളത്, ഈ കഷ്ടപ്പാടിലൂടെ നമ്മൾ കടന്നു പോവുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അദ്ദേഹം അതുകൊണ്ട് ആ സാഹചര്യത്തോട് മറുതലിച്ചില്ല. അത് ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. പ്രതികൂലമായൊരു സാഹചര്യം അനുവദിക്കുമ്പോൾ, നിനക്ക് രോഗമുണ്ടാകുമ്പോൾ, തകർച്ചയുണ്ടാകുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, നിനക്ക് മന്ദബുദ്ധിയായ ഒരു കൊച്ചിനെ ദൈവം നൽകുമ്പോൾ, ദൈവത്തിന്
നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുവാൻ നിനക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവേഷ്ടമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സാഹചര്യത്തിലും ആനന്ദിക്കുവാനായിട്ട് സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഥാനിയേൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം യാതൊരു പരാതിയും പറയാതെ തനിക്ക് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് അദ്ദേഹം ചെയ്യുകയില്ല. അങ്ങനെയാണ് യേശുവിനെയും ശിഷ്യരെയും യാതൊരു മുൻപരിചയം ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് മരുഭൂമിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പരാതി കൂടാതെ ജീവിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ കരത്തിന് നീളം കുറഞ്ഞു പോയോ? പ്രൈസ് ദി ലോർഡ്. സംഖ്യയുടെ പുസ്തകത്തില് 11-ാം അധ്യായത്തിലാണ് കർത്താവ് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത്, എൻ്റെ കരത്തിന് നീളം കുറഞ്ഞു പോയോ? അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇസ്രായേൽക്കാര് മരുഭൂമിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് തോന്നി എല്ലാ ദിവസവും ഈ മന്ന മാത്രമേ ഉള്ളൂ, നല്ല രുചിയുള്ള സാധനമാണ്. പക്ഷേ ഇത് സ്ഥിരം തിന്നാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒരു വിഷമം, വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. ഈജിപ്തിലായിരുന്നു നിങ്ങൾ എത്ര സുഖമായിരുന്നു, ഇറച്ചി കിട്ടുമായിരുന്നു. അവർക്ക് ഇറച്ചി തിന്നാനായിട്ട് ശക്തമായ ഒരു ആഗ്രഹവും കൊതിയുണ്ടാവുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു മോശയോട് പരാതിപ്പെടുകയാണ്. മോശയോട് പരാതിപ്പെട്ടാൽ മോശയ്ക്ക് പരിഹാരം കാണാൻ പറ്റുമോ? മോശ ചെന്ന് ദൈവത്തോട് പരാതി പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം ഞാൻ തീർക്കാൻ പോവുകയാണ്. 1 മാസത്തേക്ക് ഞാൻ ഇവർക്ക് മുഴുവനും ഭക്ഷിക്കുവാനായിട്ട് ഇറച്ചി നൽകും. മോശ ഞെട്ടിപ്പോയി. കർത്താവേ, കണക്ക് അങ്ങേക്ക് അറിഞ്ഞുകൂടെ? 6 ലക്ഷം ഭടന്മാർ, പടയാളികൾ എൻ്റെ കൂടെയുണ്ട്. 6 ലക്ഷം പടയാളികൾ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവരാണ്. 6 ലക്ഷം. അപ്പോൾ ആരോഗ്യമില്ലാത്തവര്, രോഗികൾ, വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ കണക്കെടുത്താൽ ഏകദേശം അവരും ഉണ്ടാകും ഒരു 6 ലക്ഷം എന്ന് കൂട്ടുക. 12 ലക്ഷം ആൾക്കാർക്ക് 1 മാസം ഇറച്ചി കൊടുക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. കർത്താവേ, അങ്ങേക്ക് അത് ചെയ്യാൻ സാധിക്കുമോ? നമുക്കറിയാം, 1000 പേർക്ക് സദ്യ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തൊരു കഷ്ടപ്പാടാണ്, എന്തൊരു ബദ്ധപ്പാടാ. എത്രമാത്രം നമ്മൾ 5-6 മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള ക്രമീകരണം ചെയ്യും. അതിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നേരത്തെ ഓർഡർ ചെയ്യും, ഹാള് ബുക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ്, ഈ ലക്ഷക്കണക്കിന് വരുന്ന മക്കൾക്ക് ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശെ അത് കണ്ണുമടച്ച് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുമടച്ച് ദൈവത്തിന്റെ സർവശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മകന് മാത്രമേ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് വിശ്വസിച്ചപ്പോൾ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. കടലിൽ നിന്ന് ഒരു കാറ്റ് ദൈവം അയച്ചു. ഈ കാറ്റില് കടലിൽ നിന്ന് അനേക കാടപ്പക്ഷികൾ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ വന്ന് വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 മാസം മുഴുവനും അവർക്ക് തിന്നുവാനുള്ള ഇറച്ചി സർവശക്തനായ ദൈവം നൽകി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു ചെറിയ സാഹചര്യം മതി, അതിനെ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും ഓർക്കുക, ദൈവം അതിനേക്കാൾ വലിയവനാണ്. ദൈവം അതിനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നിന്റെ പ്രശ്നത്തെ നോക്കി നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിൽ നടന്നു എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ ഇത് എന്ന് നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ മനസ്സിൽ സംശയത്തോടെ വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ ഞാൻ ഈ വാക്കുകൾ പറയുന്നത് ശാലോമിന്റെ സ്റ്റേജിൽ നിന്നാണ്. ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുള്ള ഈ ശുശ്രൂഷ പരസ്യമില്ലാതെ ടെലിവിഷനും മാസികകളും
പത്രവും നടത്തിക്കൊണ്ടു പോകുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയുടെ ആധുനിക ദൃശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാലോമിന്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും മകളും സർവശക്തനായ ദൈവത്തില് അടിയുറച്ച് വിശ്വസിക്കണം. എൻ്റെ പ്രശ്നത്തിന് എൻ്റെ ദൈവം പരിഹാരം കാണുമെന്നുള്ള ആ വലിയ ബോധ്യത്തില് ഈ രാത്രിയിൽ നിങ്ങളായിരിക്കുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ള വർഷങ്ങളിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവേ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ, ആനന്ദമായി കടന്നു വരണമേ എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് ഈ വർഷത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തോട് കൂടെ ഞാൻ ജീവിക്കും എന്ന ഒരു തീരുമാനം മാത്രം നമ്മൾ എടുത്താൽ മതി. ദൈവം നമ്മുടെ സകല കാര്യങ്ങളിലും ഇടപെടും. സർവ്വകാര്യങ്ങളും കർത്താവ് നോക്കിക്കൊള്ളും. മോശ പ്രാർത്ഥിച്ചതുപോലെ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കും സാധിക്കണം. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. ഞാനും ദൈവവും തമ്മിൽ, ഞാനും യേശുവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം യേശുവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്, യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിൽ ബോധ്യമുണ്ടായെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തെക്കുറിച്ചും പരാതി പറയേണ്ട ആവശ്യമില്ല. ദൈവം ഇതെല്ലാം അനുവദിച്ചതാണ്. അവിടത്തേക്ക് നിശ്ചയമായിട്ടും ഇത് എൻ്റെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ സാധിക്കും. ഈ വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് ഈ രാത്രിയിൽ കടന്നു വരാം. നമ്മുടെ ഹൃദയത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ അറിയാതെ ഒത്തിരി പരാതി പറഞ്ഞു പോയി. കർത്താവേ, അങ്ങേക്കെതിരായിട്ടാണ് ഞാൻ പിറുപിറുത്തത് എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, അങ്ങയുടെ പദ്ധതിക്കെതിരെ മറുതലിച്ചതിനെ ഓർത്തുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ എൻ്റെ മേൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വരണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ പഠന മേഖലയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഏകാന്തതയിലൂടെ ഞാൻ കടന്നു പോകുന്നു. എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. കർത്താവേ, വലിയ പ്രശ്നത്തെ ഞാൻ നേരിടുന്നു. കർത്താവേ, ഞാൻ തിരിച്ചറിയുന്നു ഈ പ്രശ്നത്തെക്കാൾ വലിയവനാണ് അവിടുന്ന് എന്ന്. സർവശക്തനായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക്, സർവശക്തമായ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളെയും ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനായ കർത്താവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയത്തെ ഉയർത്തി, മനസ്സുയർത്തി ഏതാനും നിമിഷങ്ങൾ മലാഹമാരോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധമയോട് ചേർന്നുകൊണ്ട്, വിശുദ്ധ യേശു പിതാവിനോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് ജീവിക്കുന്നവനായ കർത്താവിനെ ഈ രാത്രിയിൽ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം. സ്വതന്ത്രമായി സ്തുതിക്കാം. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കാം. എല്ലാ പരാതി ഉപേക്ഷിക്കുക, സ്നേഹത്തിലായിരിക്കുക, കർത്താവിനോട് ചേർന്ന് ജീവിക്കുമെന്നുള്ള തീരുമാനത്തെ സമർപ്പിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ പരാതിയും പിറുപിറുപ്പുകളും യേശുനാമത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിന് എൻ്റെ മനസ്സ് മടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവിഷ്ടം ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലായിരിക്കുന്ന അങ്ങയുടെ മക്കളെ അവിടെ തൃക്കൺ പാർക്കണമേ. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അവസ്ഥകളിലേക്ക് കടന്നു വരണമേ. കർത്താവെ, ആനന്ദത്തോടെ അങ്ങയോട് ജീവിക്കുവാൻ അങ്ങയുടെ മക്കൾക്ക് ഈ വർഷം പ്രത്യേകമായ കൃപ നൽകണമേ. ആരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവോ, ആരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ, അവരെയൊക്കെ അവിടുന്ന് കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ.
അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കരങ്ങളിലെടുക്കണമേ. അവരുടെ പ്രശ്നങ്ങളെ അങ്ങയുടെ പ്രശ്നമായി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസ്ഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട ദൈവ പൈതലേ, അബ്രഹാമിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചിടേണ്ട ദൈവ പൈതലേ, ഇസ്ഹാക്കിൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഒരു നിമിഷം കാലിത്തൊഴുത്തിലായിരുന്നപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിച്ച് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും ചേർന്ന് പ്രാർത്ഥിക്കും. ഓ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞ ആ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ ഈ വർഷം മുഴുവനും അനുഭവിക്കുവാൻ, എൻ്റെ ജീവിതകാലം മുഴുവനും ആനന്ദത്തിൽ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. Praise the Lord. Hallelujah. വലതുകരടുത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരിക്കാം.